വാർത്തയിലേക്ക് വിശദമായി. കേന്ദ്ര അവഗണനയ്ക്കെതിരെ ഡൽഹിയിൽ സമരത്തിന് കർണാടകയിലെ കോൺഗ്രസ് സർക്കാരും. കേരള സർക്കാർ ജന്തർ മന്ദറിൽ 8-ാം തീയതി സമരം നടത്താനിരിക്കെ തലേ ദിവസമാണ് കർണാടക സർക്കാർ സമരം നടത്തുന്നത്. എന്നാൽ കേരള സർക്കാരിന്റെ സമരത്തിൽ UDF പങ്കെടുക്കുന്നില്ല. കേന്ദ്ര അവഗണനയ്ക്കെതിരെ ഡൽഹിയിൽ കേരള സർക്കാർ സമരത്തിനിറങ്ങുന്നതിന് ഒരു ദിവസം മുൻപാണ് കർണാടക സർക്കാരും സമാന സമരത്തിന് ഡൽഹിയിലെത്തുന്നത്. ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളോടുള്ള വിവേചനത്തിനെതിരെ മുഖ്യമന്ത്രി സിദ്ധരാമയ്യയുടെ നേതൃത്വത്തിലാണ് ബുധനാഴ്ചത്തെ പ്രതിഷേധം. ഉപമുഖ്യമന്ത്രി DK ശിവകുമാർ, 138 MLA-മാർ, MLC-മാർ എന്നിവർ പ്രതിഷേധത്തിൽ പങ്കെടുക്കും. സംസ്ഥാനത്തിന് 5 വർഷത്തിനിടെ ലഭിക്കേണ്ട 62,000 കോടി രൂപ നൽകിയിട്ടില്ല എന്നും സംസ്ഥാനം കടുത്ത വരൾച്ച നേരിടുമ്പോൾ കേന്ദ്രം സഹായിക്കുന്നില്ല എന്നുമാണ് ആക്ഷേപം. 7th, we all are protesting to give justice to Karnataka. Drought of more than 200 drought taluks have been announced. No proper funds, no whatever the revenue has been collected is not been distributed in a proper way. We all are demanding for justice for Karnataka. മുഖ്യമന്ത്രി പിണറായി വിജയനും മന്ത്രിസഭയും ജന്തർ മന്ദറിൽ 8-ാം തീയതിയാണ് സമരം നടത്തുന്നത്. ഈ സമരത്തിലേക്ക് ഇന്ത്യ മുന്നണിയിലെ മുഖ്യമന്ത്രിമാരെ CPM ക്ഷണിച്ചിരുന്നു. എന്നാൽ കേരളത്തിലെ കോൺഗ്രസ് നയിക്കുന്ന പ്രതിപക്ഷം ഈ സമരത്തിന് പങ്കെടുക്കുന്നില്ല എന്നതാണ് ശ്രദ്ധേയം. കർണാടക മുഖ്യമന്ത്രിയുടെ നിലപാടിനോട് കേരളത്തിലെ കോൺഗ്രസ് നേതാക്കളുടെ പ്രതികരണം എന്തെന്നാണ് ധനമന്ത്രി KN ബാലഗോപാലിന്റെ ചോദ്യം. കാവ്യനീതി പോലെ തന്നെയാണല്ലോ കർണാടകത്തിലെ അവരുടെ ഇന്നത്തെ ഉള്ളതിനകത്ത് ഏറ്റവും ശക്തമായ ഒരു ഗവൺമെന്റ് ആണുള്ളത്. ആ ഗവൺമെന്റ് തന്നെ ഇങ്ങനെ പറയുന്നു. അപ്പൊ അതുകൊണ്ട് കേന്ദ്രത്തിനെ വെറുതെ പഴിക്കുന്നതല്ല, ഞങ്ങൾ കേന്ദ്രത്തിന് വേണ്ടിയും സംസ്ഥാനങ്ങൾക്ക് വേണ്ടിയും ഇന്ത്യ രാജ്യത്തിന് വേണ്ടിയിട്ടാണ് ഇത് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. പ്രതിപക്ഷത്തിന്റെ അഭാവത്തിൽ കേരള നിയമസഭ കേന്ദ്രത്തിനെതിരെ പ്രമേയം പാസാക്കിയപ്പോഴും സമരത്തിനില്ലെന്ന നിലപാടിൽ കോൺഗ്രസ് ഉറച്ചുനിന്നു. എന്നാൽ സമാന ആവശ്യത്തിൽ കോൺഗ്രസ് ഭരിക്കുന്ന കർണാടക സർക്കാർ സമരത്തിനിറങ്ങുമ്പോൾ കേരളത്തിലെ കോൺഗ്രസ് നേതാക്കളുടെ നിലപാട് എന്താകുമെന്ന് കാത്തിരുന്നു കാണണം. നാഷണൽ ഡെസ്ക്, ന്യൂസ് 18. തണ്ണീർക്കൊമ്പന്റെ മരണകാരണം ഹൃദയാഘാതമെന്ന് പ്രാഥമിക റിപ്പോർട്ട്. ശരീരത്തിൽ മുഴയുണ്ടായിരുന്നുവെന്നും ആനയുടെ ലിംഗത്തിൽ മുറിവുണ്ടായിരുന്നുവെന്നും റിപ്പോർട്ടിൽ പറയുന്നു. ഞരമ്പിൽ അമിതമായി കൊഴുപ്പടിഞ്ഞതിനെ തുടർന്നുള്ള സമ്മർദ്ദത്തെ തുടർന്നാണ് ഹൃദയാഘാതം എന്നാണ് റിപ്പോർട്ട്. വിവരങ്ങളുമായി ജിൻസ് ചേരുകയാണ്. ജിൻസ്, പല വിധത്തിലുള്ള ചർച്ചകൾക്ക് തണ്ണീർക്കൊമ്പന്റെ മരണം ഇടയാക്കിയിരുന്നു. പലതരത്തിലുള്ള വീഴ്ചകൾ ചൂണ്ടിക്കാണിക്കപ്പെട്ടിരുന്നു. ഇപ്പോൾ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് വരുമ്പോൾ മരണകാരണം സംബന്ധിച്ച് വ്യക്തത വരുന്നുണ്ടോ? നമ്മുടെ ഭാഗത്ത് നിന്ന് ഏതെങ്കിലും തരത്തിൽ ഉണ്ടായ വീഴ്ചയല്ല മരണകാരണം എന്നാണോ മനസ്സിലാക്കുന്നത്? തീർച്ചയായും രേണുക, ഇന്നലെ രാത്രി കർണാടകയിലെ ബന്ദിപ്പൂർ രാമപുര ആനക്യാമ്പിലെത്തിച്ച ഈ തണ്ണീർക്കൊമ്പൻ ഇന്ന് പുലർച്ചെയാണ് ഈ ചെരിഞ്ഞത്. ഹൃദയാഘാതം തന്നെയാണ് എന്നുള്ളതാണ് ഇപ്പോൾ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ പറയുന്നത്. ഈ മയക്കുവെടി വെക്കുന്നതിന് മുൻപ് തന്നെ ആനയ്ക്ക് ഗുരുതര ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നതായിട്ടാണ് ഇപ്പോൾ ഈ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ പുറത്തു വരുന്നത്. എന്തായാലും നേരത്തെ വനംവകുപ്പിനെതിരെ വലിയ രീതിയിലുള്ള ഒരു പ്രതിഷേധം ഉയർന്നിരുന്നു, ആരോപണങ്ങളും ഉയർന്നിരുന്നു. എന്തായാലും അത്തരത്തിലുള്ള കാര്യങ്ങളെല്ലാം തന്നെ മാറ്റിവെച്ചുകൊണ്ടാണ് ഇപ്പോൾ നിലവിൽ ഈ ആനയ്ക്ക് ഗുരുതരമായ ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു എന്നുള്ളതാണ് ഇപ്പോൾ നിലവിൽ ഈ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ പറയുന്നത്. എന്തായാലും ഇന്നലെ പുലർച്ചെ മുതലായിരുന്നു ഈ മാനന്തവാടി നഗരത്തിൽ വലിയ ആശങ്ക വിതച്ചത്. അതിനുശേഷം ഇതിനെ പിടികൂടുകയും പിന്നീട് വൈകുന്നേരം രാത്രിയോടുകൂടിയാണ് ഇതിനെ കർണാടകയിലേക്ക് ബന്ദിപ്പൂരിലേക്ക് മാറ്റുകയും ചെയ്തത്. എന്തായാലും ഈ ദൗത്യത്തിന് വലിയ സമയമെടുത്തു. 17.5 മണിക്കൂറോളം നീണ്ട ദൗത്യത്തിനൊടുവിലായിരുന്നു ഇതിനെ മയക്കുവെടി വെക്കുന്നതിനും അതുപോലെ തന്നെ പിടികൂടാനും കഴിഞ്ഞത്. കഴിഞ്ഞ 2 ആഴ്ച മുൻപ് ഈ കർണാടകയിലെ വനം വകുപ്പ് ഈ കോളർ ഇതിനെ പിടികൂടുകയും കോളർ ID ഘടിപ്പിച്ചുകൊണ്ട് ഈ വനത്തിലേക്ക് വിടുകയുമായിരുന്നു. അതിനുശേഷമാണ് ഈ തണ്ണീർക്കൊമ്പൻ ഇവിടെ നിന്നും ഇപ്പോൾ മാനന്തവാടിയിലേക്ക് വരികയുണ്ടായത്. എന്തായാലും നിലവിൽ ഇതിനെ തുറന്നുവിടാനുള്ള ഒരു തയ്യാറെടുപ്പുകളായിരുന്നു നിലവിൽ ഉണ്ടായിരുന്നത്. ഇതിന്റെ ഈ ക്യാമ്പിലെത്തിച്ച ആനയുടെ ആരോഗ്യസ്ഥിതി കൃത്യമാണെന്ന് പരിശോധിച്ച ശേഷം കാട്ടിലേക്ക് വിടാനായിരുന്നു വനംവകുപ്പിന്റെ തീരുമാനം. എന്തായാലും അതിനിടയിലായിരുന്നു ഇപ്പോൾ ഈ ആന ചെരിഞ്ഞുണ്ടായത്. എന്തായാലും നേരത്തെ തന്നെ ഉണ്ടായിരുന്ന ആരോഗ്യ പ്രശ്നങ്ങൾ ഒപ്പം ഹൃദയാഘാതവുമാണ് തണ്ണീർക്കൊമ്പന്റെ മരണത്തിന് കാരണമെന്നതാണ് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിലൂടെ വ്യക്തമാകുന്നത്. ജിൻസാണ് വിവരങ്ങൾ നൽകിയത്. അതിരപ്പള്ളി പ്ലാന്റേഷൻ മേഖലയിൽ കാട്ടാന ചരിഞ്ഞു. വെറ്റിലപ്പാലം 10-ാം ബ്ലോക്കിലാണ് 2 ദിവസം പഴക്കമുള്ള പിടിയാനയുടെ ജഡം കണ്ടെത്തിയത്. ശല്യം രൂക്ഷമായ പാലപ്പള്ളി മേഖലയിൽ ഇന്നും ടാപ്പിംഗ് തൊഴിലാളികൾക്ക് നേരെ ആക്രമണമുണ്ടായി. ഇന്ന് രാവിലെ അതിരപ്പള്ളി വെറ്റിലപ്പാറ പ്ലാന്റേഷൻ മേഖലയിൽ 10-ാം ബ്ലോക്കിലാണ് കാട്ടാനയുടെ ജഡം കണ്ടെത്തിയത്. തൊഴിലാളികളാണ് വിവരം വനംവകുപ്പിനെ അറിയിച്ചത്. ജഡത്തിന് 2 ദിവസം പഴക്കമുണ്ടെന്നാണ് പ്രാഥമിക നിഗമനം. ഏകദേശം 45 വയസ്സുള്ള പിടിയാനയുടേതാണ് ജഡം. ആന ചരിയാനിടയാക്കിയ സാഹചര്യം എന്താണെന്ന്
പോസ്റ്റ്മോർട്ടം നടപടികൾക്ക് ശേഷം മാത്രമേ വ്യക്തമാവുകയുള്ളൂ. കാട്ടാന ശല്യം രൂക്ഷമായ പാലപ്പള്ളി മേഖലയിൽ ഇന്നും ടാപ്പിംഗ് തൊഴിലാളിക്ക് നേരെ ആക്രമണമുണ്ടായി. രാവിലെ 7 മണിയോടെ തോട്ടത്തിൽ ജോലിക്കിറങ്ങിയ കുണ്ടായി സ്വദേശി ഭാസ്കറിനാണ് പരിക്കേറ്റത്. ആന വരുന്നത് കണ്ടില്ല, പുഴയെന്ന് കയറിയതല്ല. ആന കയറി വല്ല ഓടിച്ചാണ്ട് തട്ടി വീണു, തുമ്പി കഴിച്ച് പുറത്തടിച്ചു. അപ്പം വീണു, ഒരു മരം വീണിരുന്നു. അതിൻ്റെ അടുത്ത് വീണ് അതുകൊണ്ട് അതിൻ്റെ അടിയിലേക്ക് ഇറങ്ങി നീങ്ങി. ആന ചവിട്ടുന്ന കുത്തി നോക്കിയിട്ടുണ്ട്. ആനരൊക്കെ കൊണ്ടുപോകുന്നത് എന്ത് മരക്കന്മാരായിട്ടുണ്ട്. അത് കാരണം കൊണ്ട് എത്തിക്ക് രക്ഷപ്പെട്ടു. ആനയുടെ സാന്നിധ്യം മനസ്സിലാക്കാതെ ജോലി തുടരുകയായിരുന്ന ഭാസ്കരനെ തുമ്പിക്കൈ കൊണ്ട് ആന അടിച്ചു വീഴ്ത്തി. കുത്താൻ ശ്രമിച്ചെങ്കിലും ഭാസ്കരൻ ഒഴിഞ്ഞുമാറി. ഈ സമയം അവിടെ ടാപ്പിങ്ങിനുണ്ടായിരുന്ന മറ്റു തൊഴിലാളികളാണ് ആനയെ വിരട്ടി ഓടിച്ചത്. കൈക്കും കാലിനും പരിക്കേറ്റ ഭാസ്കരനെ പുതുക്കാട് താലൂക്ക് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ഇയാളുടെ പരിക്ക് ഗുരുതരമല്ല. ന്യൂസ് 18 തൃശൂർ. കേരള സാഹിത്യ അക്കാദമിക്കെതിരെ കവി ബാലചന്ദ്രൻ ചുള്ളിക്കാട്. സാഹിത്യ അക്കാദമി തന്നെ അപമാനിച്ചെന്നാണ് വിമർശനം. സാഹിത്യ അക്കാദമി തൃശൂരിൽ സംഘടിപ്പിച്ച അന്താരാഷ്ട്ര സാഹിത്യോത്സവത്തിൽ നൽകിയ പ്രതിഫല തുകയാണ് വിമർശനത്തിന് വഴിവെച്ചത്. ബാലചന്ദ്രൻ ചുള്ളിക്കാടിന്റെ സുഹൃത്ത് CICC ജയചന്ദ്രൻ ചുള്ളിക്കാടിന്റെ കുറിപ്പ് ഫേസ്ബുക്കിൽ പങ്കുവച്ചു. പ്രശ്നം പരിഹരിക്കാൻ അക്കാദമി ഇടപെടണമെന്ന് ജയചന്ദ്രൻ ന്യൂസ് 18നോട് പറഞ്ഞു. കേരള സാഹിത്യ അക്കാദമിയുടെ ചരിത്രത്തിലെ ഏറ്റവും മികച്ച പ്രസംഗങ്ങളിലൊന്നായിരുന്നു നളിനിയെക്കുറിച്ച് അദ്ദേഹം നടത്തിയ പ്രസംഗം. അവിടെ കേട്ടിരിക്കുന്നവരും സാമൂഹ്യ മാധ്യമങ്ങളിലുമെല്ലാം ആ കാര്യം വിശാലമായ രീതിയിൽ ചർച്ച ചെയ്യപ്പെടുകയും ചെയ്തിരുന്നു. ഇത് കഴിഞ്ഞ ഇന്ന് 3-ാം തീയതി രാവിലെ 8:34 എനിക്ക് വാട്സാപ്പിൽ ഈ പോസ്റ്റ് ഇടുന്നത് വരെ ഇദ്ദേഹത്തിൻ്റെ മനസ്സിനെ ഇത് മുറിപ്പെടുത്തിക്കൊണ്ടിരിക്കുകയായിരുന്നു. അത് വേറൊന്നും കൊണ്ടല്ല, 67 വയസ്സുള്ള ബാലചന്ദ്രൻ ചുള്ളിക്കാട് ബസ്സിൽ കയറി അല്ലെങ്കിൽ തീവണ്ടിയിൽ പോയി ആശാന്റെ നളിനിയെക്കുറിച്ച് പ്രസംഗിക്കണം എന്ന് പറയുന്നതിന് സാഹിത്യ അക്കാദമിക്കല്ല ആർക്കും സാധിക്കില്ല. കാരണം അദ്ദേഹത്തിന് കൊടുത്ത പ്രതിഫലത്തേക്കാൾ കൂടുതൽ അദ്ദേഹം ടാക്സി കാശിന് കൊടുക്കേണ്ടി വന്നു. അപ്പോൾ പണ്ട് ബാലൻ സീരിയലിൽ അഭിനയിക്കുന്നത് ഒരു മഹാപാതകമാണ് എന്ന് വ്യാപകമായ പ്രചരണമുണ്ടായിരുന്നു. കവിത എഴുതിയാൽ പോരെ, എന്തിനാ സീരിയലിൽ അഭിനയിക്കണമെന്നുള്ള അതിൻ്റെ മറുപടി എന്നുള്ള നിലയിലാണ് അദ്ദേഹം പറഞ്ഞത്, ഈ 1100 രൂപ ഞാൻ ടാക്സി കാശ് കൊടുത്തത് ഞാൻ സീരിയലിൽ അഭിനയിച്ചുണ്ടാക്കിയ കാശിൽ നിന്നാണ്. എനിക്കിതിൽ പറയാനുള്ളത്, ഒരു പരിപാടി നടത്തുമ്പോൾ, പ്രത്യേകിച്ച് ആശാൻ്റെ 100ാം ചരമവാർഷികത്തോടനുബന്ധിച്ച് ആശാൻ്റെ കവിതകളെക്കുറിച്ച് ഒരു പഠനം നടത്തുമ്പോൾ, അതിനൊരു പ്രസംഗം നടത്തുമ്പോൾ 2 മണിക്കൂർ നീണ്ടു നിൽക്കുന്ന പ്രസംഗമാണ്. ആ 2 മണിക്കൂർ നീണ്ടു നിൽക്കുന്ന പ്രസംഗം തയ്യാറാക്കണമെങ്കിൽ അതിനൊരു വലിയ ഹോംവർക്ക് വേണം, വലിയ റെഫറൻസ് വേണം. ഏതാണ്ട് ഒരാഴ്ചയെങ്കിലും സമയമെടുത്താലാണ് അങ്ങനെ ഒരു പ്രസംഗം കൊണ്ടുവരാൻ സാധിക്കുകയും അത് പറയുകയും ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റെ പുറകിലുള്ളൊരു മാനസികമായ വലിയ സ്ട്രെയിൻ ഉണ്ട്. ആ സ്ട്രെയിനിന് നമുക്കൊരിക്കലും വിലയിടാൻ പറ്റില്ല. അതിപ്പോൾ 25,000 രൂപ കൊടുത്താൽ പോലും നമുക്കതിന് വിലയിടാൻ പറ്റില്ല. കുറഞ്ഞ പ്രതിഫലം നൽകി അപമാനിച്ചെന്ന ബാലചന്ദ്രൻ ചുള്ളിക്കാടിന്റെ ആക്ഷേപത്തിൽ ഇടപെട്ട് കേരള സാഹിത്യ അക്കാദമി. ബാലചന്ദ്രൻ ചുള്ളിക്കാടിന്റെ പ്രശ്നം പരിഹരിക്കാൻ നടപടി സ്വീകരിച്ചിട്ടുണ്ടെന്ന് അക്കാദമി അധ്യക്ഷൻ K. സച്ചിദാനന്ദൻ പറഞ്ഞു. ചുരുങ്ങിയ ഫണ്ട് കൊണ്ടാണ് സാഹിത്യോത്സവം നടക്കുന്നത്. ബാലചന്ദ്രൻ ചുള്ളിക്കാടിനുണ്ടായ പ്രശ്നത്തിൽ സങ്കടമുണ്ട്. ചുള്ളിക്കാട് ഉന്നയിച്ചത് പൊതുവായ പ്രശ്നമാണ്. ഇതിനെ ഒരു വ്യക്തിപരമായ പ്രശ്നമായി കാണുന്നില്ലെന്നും സച്ചിദാനന്ദൻ പറഞ്ഞു. അത് പരിഹരിക്കപ്പെട്ട് കഴിഞ്ഞ ഒരു പ്രശ്നമാണ് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം. ഇപ്പോൾ ഇത് വളരെ ലിമിറ്റഡ് പണം കൊണ്ട് നടത്തുന്ന ഒരു ഉത്സവമാണ്. അപ്പോൾ നമ്മളെല്ലാവർക്കും സാധാരണ എല്ലാ എഴുത്തുകാർക്കും കൊടുക്കുന്ന 1000 രൂപയാണ്. പിന്നെ ഇവിടെ കിലോമീറ്റർ കണക്കാക്കിയിട്ടുള്ള ഒരു രീതിയാണ് പണ്ട് തൊട്ടേ അവലംബിച്ചു പോയിരുന്നത്. അപ്പോൾ അത് യാന്ത്രികമായിട്ട് ഫോളോ ചെയ്യുകയാണ് ഓഫീസ് ചെയ്തത്. ബാലൻ്റെ കാര്യം അദ്ദേഹം വളരെ കൂടുതൽ സംസാരിച്ചു, വളരെ കൂടുതൽ അതിനുവേണ്ടി എഫർട്ട് എടുത്തിട്ടുണ്ട്. അതുകൊണ്ടൊരു പ്രത്യേക പരിഗണന എന്നുള്ളത് നിൽക്കണം. അല്ലെങ്കിൽ ആ നിയമപ്രകാരം ഈ ചെയ്തതിൽ തെറ്റ് പറയാൻ പറ്റില്ല. പക്ഷെ അതുകൊണ്ട് ബാലചന്ദ്രന് ആവശ്യമായിട്ടുള്ള രീതിയിലുള്ള ഒരു പ്രതിഫലം നൽകാനുള്ള തീരുമാനമുണ്ടായി. സാഹിത്യ അക്കാദമി ചെയർമാൻ ഖേദം പ്രകടിപ്പിച്ചതോടെ വിഷയം അവസാനിച്ചെന്ന് മന്ത്രി സജി ചെറിയാൻ. ബാലചന്ദ്രൻ ചുള്ളിക്കാടുമായി താൻ സംസാരിച്ചിരുന്നു. പ്രശ്നം പണമല്ലെന്നും സാഹിത്യകാരന്മാർക്ക് മറ്റു കലാകാരന്മാർക്ക് ലഭിക്കുന്നത് പോലെ പരിഗണന ലഭിക്കുന്നില്ല എന്നതാണെന്നും മന്ത്രി പറഞ്ഞു. അത് സർക്കാരിന്റെ ശ്രദ്ധയിൽപ്പെടുത്തുമെന്നും മന്ത്രി വ്യക്തമാക്കി. സാമ്പത്തികമായ പരിഗണനയും അല്ലാതെ സാമൂഹ്യമായ പരിഗണനയും സാഹിത്യരംഗത്തുള്ളവർക്ക് കിട്ടുന്നില്ല എന്നുള്ളൊരു പൊതുവിമർശനം അത് ഉന്നയിച്ചത്. അതാണ് അതിൻ്റെ കണ്ടന്റ്. അതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അദ്ദേഹത്തിൻ്റെ ഈ 1000 രൂപയുടെ പ്രശ്നമൊന്നും. അപ്പോൾ അത് പതിനോട് പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു, സാർ അത് നല്ലൊരു കാര്യം ഉന്നയിച്ച് അത് ഞങ്ങളുടെ ശ്രദ്ധയിൽ വന്നപ്പോൾ നന്നായി. ഭാവിയിൽ അതെങ്ങനെ കൈകാര്യം ചെയ്യാൻ പറ്റും എന്നതിനെപ്പറ്റി ഗവൺമെൻറ് ആലോചിക്കും. ഈ കാര്യത്തിൽ പറ്റിയ ബസ് അവർ തന്നെ ഉൾക്കൊണ്ട് കഴിഞ്ഞു. അതുകൊണ്ട് ആ പ്രശ്നം അവസാനിച്ചു.
മുതിർന്ന BJP നേതാവ് LK അദ്വാനിക്ക് രാജ്യത്തിന്റെ പരമോന്നത സിവിലിയൻ ബഹുമതിയായ ഭാരത് രത്ന. പ്രധാനമന്ത്രി നരേന്ദ്രമോദി എക്സിലൂടെയാണ് പുരസ്കാര വിവരം അറിയിച്ചത്. ഇന്ത്യയുടെ വികസനത്തിന് LK അദ്വാനി നൽകിയ സംഭാവനകൾ മഹത്തരമാണെന്ന് മോദി എക്സിൽ കുറിച്ചു. 96-ാം വയസ്സിലാണ് അദ്വാനിയെ തേടി ഈ അംഗീകാരം എത്തുന്നത്. അയോധ്യയിൽ രാമക്ഷേത്ര നിർമ്മാണത്തിന് രഥയാത്ര നടത്തുകയും 96-ലടക്കം BJPയെ അധികാരത്തിലെത്തിക്കാനും പ്രധാന പങ്ക് വഹിച്ചത് LK അദ്വാനിയാണ്. അയോധ്യ പ്രാണപ്രതിഷ്ഠാ ചടങ്ങിൽ അദ്വാനി പങ്കെടുത്തിരുന്നില്ല. അടൽ ബിഹാരി വാജ്പേയി സർക്കാരിന്റെ കാലത്ത് ഉപപ്രധാനമന്ത്രിയായും കേന്ദ്രമന്ത്രിയായും പ്രവർത്തിച്ചിട്ടുണ്ട്. 9 വർഷം ലോക്സഭയിലും 80-ൽ രാജ്യസഭയിലും പ്രതിപക്ഷ നേതാവായി മികവ് തെളിയിച്ചിട്ടുണ്ട്. മരണവാർത്ത സ്വയം വ്യാജമായി സൃഷ്ടിച്ചതെന്ന് മോഡലും നടിയുമായ പൂനം പാണ്ഡെ. അർബുദ ബോധവൽക്കരണത്തിന്റെ ഭാഗമായിട്ടാണ് വ്യാജ വാർത്ത സൃഷ്ടിച്ചതെന്ന് താരം പറയുന്നു. വേദനിപ്പിച്ചതിന് മാപ്പ് ചോദിച്ച് താരം വീഡിയോ പങ്കുവച്ചു. സെർവിക്കൽ ക്യാൻസർ മൂലം വ്യാഴാഴ്ച അന്തരിച്ചുവെന്ന് താരത്തിന്റെ ഔദ്യോഗിക സാമൂഹിക മാധ്യമ പേജിലാണ് അറിയിപ്പ് വന്നത്. I didn't die because of cervical cancer. Unfortunately, I cannot say that about those hundreds and thousands of women who have lost their lives because of cervical cancer. It is not because they couldn't do anything about it, because they had no idea what to do. I'm here to tell you that, unlike other cancers, cervical cancer is preventable. All you have to do is you have to get your tests done and you have to get HPV vaccine. We can do all this and more to make sure there is no more life lost to this disease. Please log on to www.poonampandeisalive.com. പാക് മുൻ പ്രധാനമന്ത്രി ഇമ്രാൻഖാൻ ഒരു കേസിൽ കൂടി തടവ് ശിക്ഷ. 2018-ലെ ഇസ്ലാമിക നിയമം ലംഘിച്ച് വിവാഹിതരായെന്ന കേസിലാണ് ശിക്ഷ. ഇമ്രാനും ഭാര്യയ്ക്കും 7 വർഷം തടവാണ് കോടതി വിധിച്ചത്. ഒരാഴ്ചയ്ക്കിടെ ഇമ്രാനെതിരായ 3ാമത്തെ ശിക്ഷാവിധിയാണ് ഇത്. ഇടവേള. ആര് വലതുപക്ഷം ആര് ഇടതുപക്ഷം എന്ന് വ്യാഖ്യാനിക്കേണ്ട ഒരു ഘട്ടത്തിലേക്ക് ഇപ്പൊ എത്തിയിട്ടുണ്ട്. ഇപ്പൊ പറയുന്ന ആ ഇടതുപക്ഷ നിലപാടുകളാണോ എല്ലാ കാര്യങ്ങളിലും എടുക്കുന്നത്? TP ചന്ദ്രശേഖരൻ എന്ന് പറയുന്ന ഒരു നേതാവ് കൊല്ലപ്പെട്ടതുകൊണ്ട് രാഷ്ട്രീയ രംഗത്തേക്ക് വന്ന ഒരു സ്ത്രീ അങ്ങനെ തന്നെ അടയാളപ്പെടുത്തി പോകുന്നതാണ് അത് ശരി എന്ന് തന്നെയാണ് ഞാൻ വിചാരിക്കുന്നത്. PV അൻവർ ഉന്നയിച്ച ആരോപണങ്ങൾ ഒരു വ്യക്തിഹത്യയുടെ ഭാഗം മാത്രമാണ്, അങ്ങനെയാണോ പറയുന്നത്? കേരളയിലെ സമരം തീർക്കാൻ വേണ്ടിയിട്ട് ഇത് വാങ്ങി എന്ന് പറയുന്നത് യുക്തിയുണ്ട് അതിനകത്ത്. MLA ആയതിനു ശേഷം പിണറായി വിജയനോട് അകൽച്ച കുറഞ്ഞിട്ടുണ്ട്. അദ്ദേഹം വിചാരിച്ചിട്ടുണ്ടെങ്കിൽ ആ കൊലപാതകം നടക്കില്ല. അദ്ദേഹമാണ് അതിനകത്ത് പ്രധാന ആള് എന്ന് തന്നെ വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. അതിനെ വിശ്വസിക്കാൻ തക്ക ഒരുപാട് കാരണങ്ങൾ എൻ്റെ അടുത്തുണ്ട്. 0% പണിക്കൂലിക്കുള്ളൂ. ഏതാണ്ട് 20 ദിവസത്തിനിടയ്ക്ക് 2 തവണയാണ് ആനയെ മയക്കുവെടി വെക്കേണ്ടി വന്നത്. ഇത്തരമൊരു സാഹചര്യം ഉണ്ട്. അത് പരിശോധിക്കപ്പെടും എന്ന് തന്നെയാണ് നമുക്ക് കരുതുന്നത്. കാരണം നേരത്തെയും മയക്കുവെടി വെച്ചാണ് പിടികൂടി കാട്ടിലേക്ക് തുറന്നുവിട്ടു. അതിനുശേഷം ജനവാസ കേന്ദ്രത്തിലേക്ക് തന്നെ ഏതാണ്ട് 200 കിലോമീറ്ററോളം സഞ്ചരിച്ച് ആന എത്തി. ഇതിനുശേഷം വീണ്ടും ഇവിടെ മയക്കുവെടി വെക്കുന്ന ഒരു സാഹചര്യം. പിന്നീട് കൂട്ടിലാക്കി കർണാടകത്തിലേക്ക് കൊണ്ടുപോകുന്ന വഴി ഒരുപക്ഷെ ബൂസ്റ്റർ ഡോസ് നൽകാനുള്ള സാധ്യതയും തള്ളിക്കളയാനില്ല. അങ്ങനെയാണെങ്കിൽ ബൂസ്റ്റർ ഡോസുകൾ, ഈ തുടർച്ചയായി ഉണ്ടായ മയക്കുവെടികൾ എന്നിവ കൊമ്പന്റെ ആരോഗ്യനിലയെ വളരെ മോശമായി തന്നെ ബാധിച്ചിരിക്കാം എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുക. ഇന്നലെ ഞാൻ നേരിട്ട് ഈ ആനയെ കണ്ട ആളാണ്. അതുകൊണ്ട് തന്നെ നമുക്കറിയാം ഇന്നലെ ആന പരിക്ഷീണിതനായിരുന്നു. ഒപ്പം ഒരു കാലിന്റെ ഒരു ഭാഗത്ത് ചെറിയ നീര് വീക്കം പോലെ വീർത്ത് നിൽക്കുന്നത് കാണുകയും ചെയ്യാമായിരുന്നു. നമുക്ക് അതിൽ നിന്നും തന്നെ മനസ്സിലാക്കാൻ കഴിയും കൊമ്പൻ ഇന്നലെ ആ ചതുപ്പിൽ നിൽക്കുമ്പോൾ അല്ലെങ്കിൽ വാഴത്തോപ്പിൽ നിൽക്കുമ്പോൾ പൂർണ്ണ ആരോഗ്യവാനായിരുന്നില്ല എന്നത്. ആ അനാരോഗ്യവും പിന്നീടുണ്ടായ ഇടപെടലുകളും, പ്രത്യേകിച്ച് കുങ്കിയാനകളും മറ്റുമൊക്കെ വന്ന് വലിയ ബലം പ്രയോഗിച്ചാണ് ആനയെ ഈ വാഹനത്തിനുള്ളിലേക്ക് ഇടിച്ചു കയറ്റുന്നത്. ആ സമയത്ത് ഒരുപക്ഷെ ഇതിന്റെ ആരോഗ്യനില വീണ്ടും മോശമാവാനുള്ള ഒരു സാധ്യത തള്ളിക്കളയാൻ കഴിയില്ല. ആന ചെരിഞ്ഞിരിക്കുന്നു എന്ന വിവരമാണ് കർണാടക വനംവകുപ്പ് ഔദ്യോഗികമായി സംസ്ഥാന സർക്കാരിനെ അല്ലെങ്കിൽ കേരള വനംവകുപ്പിനെ അറിയിച്ചിരിക്കുന്നത്. എന്താണ് ഈ ചെരിയുന്നതിന് പിന്നിലെ കാരണം എന്നതിനെ കുറിച്ചൊരു കൃത്യമായ വിശദീകരണം നൽകാൻ ഇപ്പോഴും കഴിഞ്ഞിട്ടില്ല. എന്തായാലും ആന ആരോഗ്യവാനായി എന്ന രീതിയിൽ കർണാടക സർക്കാരിന്റെ കൈവശം അല്ലെങ്കിൽ കർണാടക വനംവകുപ്പിന്റെ കൈവശം എത്തിയിരുന്നു. അതിനുശേഷം ക്യാമ്പിലേക്ക് മാറ്റുകയും ചെയ്തു. ക്യാമ്പിൽ
വിശദമായ പരിശോധനകൾ നടത്തിയ ശേഷം പിന്നീട് വനമേഖലയിൽ ആനയെ തുറന്നുവിടാനുള്ള രീതിയിലുള്ള കാര്യങ്ങളാണ് ആസൂത്രണം ചെയ്തിരുന്നത്. എന്നാൽ ഇതിനിടയിൽ ഇപ്പോൾ കൊമ്പൻ മരിച്ചിരിക്കുന്നു എന്ന വാർത്തയാണ് കർണാടക വനവകുപ്പ് കേരള വനവകുപ്പിന് കൈമാറിയിരിക്കുന്നത്. ഏത് സാഹചര്യത്തിലുള്ള ഇടപെടലുകളാണ് ആനയുടെ മരണത്തിലേക്ക് നയിച്ചത് എന്നതിനെ കുറിച്ച് വിശദമായ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് മുതിർന്ന വിദഗ്ധരായ വെറ്റിനറി സർജന്മാരുടെ നേതൃത്വത്തിൽ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് നടത്തും എന്നാണ് ഇപ്പോൾ കർണാടക സർക്കാർ അറിയിച്ചിരിക്കുന്നത്. അതിന് ശേഷം മാത്രമേ മരണകാരണത്തെ കുറിച്ച് കൃത്യമായ വിവരങ്ങൾ ലഭിക്കുകയുള്ളൂ. ഏതാണ്ട് BJP ആവശ്യപ്പെട്ടാൽ പത്തനംതിട്ടയിൽ സ്ഥാനാർത്ഥിയാകുമെന്ന് PC ജോർജ് ന്യൂസ് 18നോട്. പത്തനംതിട്ടയുടെ MP-ആയി കേന്ദ്രത്തോട് 1000 കോടി ആവശ്യപ്പെട്ടാൽ അവർ അനുവദിക്കും. പിൽഗ്രിം ടൂറിസത്തിന് പത്തനംതിട്ടയിൽ വലിയ സാധ്യതയാണ്. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ക്രിസ്ത്യാനികളുടെ പിന്തുണ BJPക്ക് ഉണ്ടായിരുന്നില്ലെന്നും PC ജോർജ് ചൂണ്ടിക്കാട്ടി. ആ ശബരിമല ഉൾപ്പെട്ട പത്തനംതിട്ട പാർലമെന്റ് നിയോജകമണ്ഡലം സ്വാഭാവികമായി ആ ശബരിമലയെ സംബന്ധിച്ച് പാർലമെന്റ് ശക്തമായിട്ട് വാദിക്കാനുള്ള ബാധ്യത ഇവിടുത്തെ MPക്കില്ലേ? അത് മാത്രമാണോ? പത്തനംതിട്ട മാത്രമല്ലെന്ന്, പത്തനംതിട്ട എന്ന് അവിടുന്ന് ഒരു പിൽഗ്രിം ടൂറിസത്തിന്റെ പ്രാധാന്യം വലിയ വലുതാണ്. കേന്ദ്ര ഗവൺമെന്റ് വളരെ സപ്പോർട്ട് ചെയ്യുന്നത്. ചെയ്യാവുന്നൊരു കാര്യം എന്താ? ശബരിമല അവിടെ നിന്ന് ഇറങ്ങി ബാബരു പള്ളിയുണ്ട് എരുമേലി, അതുപോലെ തന്നെ ക്രിസ്ത്യൻ പള്ളിയുണ്ട്, അവിടുന്ന് കാഞ്ഞിരപ്പള്ളി കത്തീഡ്രൽ പള്ളിയുണ്ട്, പിന്നെ ഹൈന്ദവ പ്രമുഖ ക്ഷേത്രങ്ങളുണ്ട്, പിന്നെ വാഗമണ്ണിൽ വരുമ്പോൾ നമ്മുടെ മുരുകമ്മലയുണ്ട്. അതുപോലെ തന്നെ ഇതൊക്കെ പറഞ്ഞാൽ ജയിക്കാൻ കഴിയുമോ? അല്ല, അത് പറഞ്ഞ് ജയിക്കാനല്ല, എനിക്ക് അങ്ങനെ ജയിക്കാൻ വേണ്ടി മറ്റേ വർത്താനം പറഞ്ഞ ഇടപാട് എനിക്കില്ല. അതുപോലെ തന്നെ വാഗമൺ കുരിശുമലയുണ്ട്, അതിനടുത്ത് അള്ളാപ്പാറയുണ്ട്. ഇതെല്ലാം തമ്മിൽ ബന്ധിപ്പിച്ചുകൊണ്ട് ഒരു പിൽഗ്രിം ടൂറിസത്തിന് വേണ്ടി ഒരു 1000 കോടി രൂപ കേന്ദ്ര ഗവൺമെന്റ് അനുവദിക്കണമെന്ന് ഞാൻ നിമിഷം അവർ അനുവദിക്കും. അതിന് പറയാൻ ആൾ വേണ്ടേ? മനസ്സിലായോ? PC പറഞ്ഞാൽ അനുവദിക്കും. ഞാൻ പറഞ്ഞ അനുവദിക്കുക എന്നല്ലല്ലോ ഞാൻ പറഞ്ഞത്. ഞാൻ MP ഞാൻ പറഞ്ഞ അനുവദിക്കും, ഒരു സംശയം വേണ്ട. പത്തനംതിട്ടയിൽ അങ്ങനെ ഒരു MP ആകണം എന്നുള്ള ആഗ്രഹം താങ്കളെ സംബന്ധിച്ചുണ്ടോ? പ്രത്യേകിച്ച് ശബരിമല പോരാട്ടത്തിലൊക്കെ മുന്നിൽ നിന്ന ആളാണ് താങ്കൾ. ഈ പറയുന്ന ക്രൈറ്റീരിയ പ്രകാരം അതിൽ വെക്കാവുന്ന ഒരാളാണ് താങ്കൾ. അത് നിങ്ങൾ ഇഷ്ടം പോലെ നോക്കിയൊന്നും അത് ജനം തീരുമാനിക്കണം. ഞാനിപ്പം നിൽക്കും തീരുമാനിച്ചിട്ടില്ല. ഞാൻ ഇപ്പം BJPയിൽ മെമ്പർഷിപ്പ് എടുത്തിട്ടുണ്ട്. BJP നേതാവ് പറയുന്നത് PC പറയും പത്തനംതിട്ട നിൽക്കാൻ പറയും, പോയി നിൽക്കേണ്ട, കോട്ടയത്ത് പോകുമ്പോൾ കോട്ടയത്ത് പോകും. പാലാ നഗരസഭാ ചെയർമാൻ തെരഞ്ഞെടുപ്പിൽ കേരള കോൺഗ്രസ് എമ്മിന്റെ സ്ഥാനാർത്ഥി ഷാജു V തുരുത്തൻ ജയിച്ചു. 26-അംഗ നഗരസഭയിൽ 17 വോട്ട് നേടിയാണ് നഗരസഭാ ചെയർമാൻ സ്ഥാനത്തേക്കുള്ള വിജയം. 16 വോട്ടുണ്ടായിരുന്ന LDFന് UDFനൊപ്പമുണ്ടായിരുന്ന സ്വതന്ത്ര അംഗത്തിന്റെ വോട്ട് ലഭിച്ചു. 10 വോട്ട് പ്രതീക്ഷിച്ച UDF സ്ഥാനാർത്ഥി പ്രിൻസി VC തയ്യിലിന് 9 വോട്ടാണ് ലഭിച്ചത്. ഇടതുമുന്നണി ധാരണ പ്രകാരം CPM പ്രതിനിധി രാജിവെച്ചതിനെ തുടർന്നാണ് നഗരസഭാ ചെയർമാൻ സ്ഥാനത്തേക്ക് വീണ്ടും തെരഞ്ഞെടുപ്പ് നടന്നത്. കോഴിക്കോട് NIT പ്രൊഫസർ ഷൈജ ആണ്ടവന്റെ ഗോഡ്സെ അനുകൂല ഫേസ്ബുക്ക് കമന്റിനെതിരെ പരാതി നൽകി SFIയും KSUവും. നടക്കാവ് സ്റ്റേഷനിലാണ് KSU പരാതി നൽകിയത്. കുന്നമംഗലം സ്റ്റേഷനിൽ SFIയും പരാതി നൽകി. അഡ്വക്കേറ്റ് കൃഷ്ണരാജനും ഷൈജ ആണ്ടവനുമെതിരെ കേസെടുക്കണമെന്നാണ് ആവശ്യം. മഹാത്മാഗാന്ധിയുടെ രക്തസാക്ഷിത്വ ദിനത്തിലായിരുന്നു ഗോഡ്സെയെ പ്രകീർത്തിച്ചുകൊണ്ടുള്ള ഫേസ്ബുക്ക് കമന്റ്. കോഴിക്കോട് NITയിലെ മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് വിഭാഗം പ്രൊഫസറാണ് ഷൈജ ആണ്ടവൻ. പ്ലക്കാർഡുമായി പ്രതിഷേധിച്ച മലയാളി വിദ്യാർത്ഥിയെ ഉത്തരേന്ത്യൻ വിദ്യാർത്ഥികൾ മർദ്ദിച്ച സംഭവത്തിലും സസ്പെൻഷൻ ലഭിച്ച വിദ്യാർത്ഥിക്ക് ഐക്യദാർഢ്യവുമായി NITയിലേക്ക് മാർച്ച് നടത്തിയ വിദ്യാർത്ഥികൾക്കെതിരെയും നേരത്തെ കുന്നമംഗലം പോലീസ് കേസെടുത്തു. മാർത്താണ്ഡം മേൽപ്പാലത്തിലുണ്ടായ അപകടത്തിൽ KSRTC ഡ്രൈവർ മരിച്ചു. അനീഷ് കൃഷ്ണയാണ് മരിച്ചത്. 45 വയസ്സായിരുന്നു. നാഗർകോവിലിൽ നിന്ന് തിരുവനന്തപുരത്തേക്ക് വരികയായിരുന്ന KSRTC കളിയിക്കാവിളയിൽ നിന്ന് കന്യാകുമാരിയിലേക്ക് പോവുകയായിരുന്ന തമിഴ്നാട് ട്രാൻസ്പോർട്ട് ബസുമായി കൂട്ടിയിടിച്ചാണ് അപകടം. 35 പേർക്ക് പരിക്കേറ്റു. കളിയിക്കാവിളയിൽ നിന്ന് കന്യാകുമാരിയിലേക്ക് പോവുകയായിരുന്നു തമിഴ്നാട് ട്രാൻസ്പോർട്ട്.